ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ജീവിതം സംഭവ ബഹുലമായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരിക മാത്രമല്ല, 15 വർഷം ഭരിച്ച രാഷ്ട്രത്തിൽ നിന്ന് തിടുക്കത്തിൽ അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നുവെന്നതാണ് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. ധാക്കയിൽ നിന്ന് സൈനിക ഹെലികോപ്റ്റർ പറന്നു പൊങ്ങിയപ്പോൾ ഉയർന്ന ചോദ്യമാണ്, അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അഭ്യൂഹങ്ങൾ പറഞ്ഞത് UK-യിലേക്കാണ് ഷെയ്ഖ് ഹസീന പോകുന്നതെന്നായിരുന്നു. എന്നാൽ തൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യവും അയൽവാസിയുമായ ഇന്ത്യയിലേക്കാണ് അവർ പറന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ധാക്ക വിട്ട് സൈനിക വിമാനത്തിൽ കയറി അവരുടെ ഇളയ സഹോദരി രഹനയ്ക്കൊപ്പം ഗാസിയാബാദിലെ ഹിൽഡൺ എയർബേസിൽ വന്നിറങ്ങി. അങ്ങനെ ഷെയ്ഖ് ഹസീന വീണ്ടും ഇന്ത്യയിൽ അഭയം തേടി. ഇത് ആദ്യമായിട്ടല്ല ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയുടെ സഹായം ലഭിക്കുന്നത്. 49 വർഷം മുമ്പാണ് സഹോദരിമാർ ഇന്ത്യയിൽ ആദ്യമെത്തിയത്. 1975 ഹസീനയും രഹനയും തൻ്റെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാനെയും 10 വയസ്സുള്ള മകൻ റസൽ ഉൾപ്പെടെ 7 കുടുംബാംഗങ്ങളെയും വധിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ സഹായം തേടിയിരുന്നു. ഭർത്താവിനും രഹനയ്ക്കുമൊപ്പം ജർമ്മനിയിലായതിനാലാണ് ഹസീന രക്ഷപ്പെട്ടത്. എന്നാൽ ഇപ്പോഴിതാ ജീവിതം അവരെ വീണ്ടും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. സ്വതന്ത്ര ബംഗ്ലാദേശിൻ്റെ ശില്പി എന്നാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അറിയപ്പെടുന്നത്. 1971 അദ്ദേഹം കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളോട് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ തയ്യാറെടുക്കാൻ ആഹ്വാനം ചെയ്തു. അത് വിമോചന യുദ്ധത്തിലേക്ക് നയിക്കുകയും രാജ്യം രൂപീകരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും സ്വാതന്ത്ര്യാനന്തരം യുദ്ധത്തിന് മുന്നോടിയായി പാകിസ്ഥാനെതിരെ കലാപം നടത്താത്ത ചില ബംഗാളി സൈനികരോടുള്ള വിവേചനത്തിൻ്റെ പേരിൽ സൈന്യത്തിൽ പൊട്ടിത്തെറികളുണ്ടായി. അതൃപ്തി വർദ്ധിച്ചു. ചില യുവ സൈനികർ മുജിബുർ റഹ്മാനെയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബത്തെയും വധിച്ചു. ഒരു സൈനിക അട്ടിമറിക്ക് വഴിയൊരുക്കി. ഹസീനയും സഹോദരി രഹനയും ആ സമയത്ത് ജർമ്മനിയിലായിരുന്നതിനാൽ അക്രമകാരികളുടെ കൈകളിൽ നിന്നും അവർ സുരക്ഷിതരായി. അവർക്ക് ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. ഒരു രാജ്യം തകർച്ചയിലേക്ക് കുതിക്കുന്ന കാലമായിരുന്നു അത്. പോകാൻ ഒരിടവുമില്ലാതെ അവർ സഹായത്തിനായി ഇന്ത്യയെ വിളിച്ചു. 1971 പാകിസ്ഥാനെതിരായ ബംഗ്ലാദേശിൻ്റെ വിമോചന യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ഇന്ത്യയുടെ ചില നീക്കങ്ങളായിരുന്നു. ഇന്ദിരാഗാന്ധിയായിരുന്നു ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അവർ ഹസീനയ്ക്കും ഭർത്താവ് MA വാസത് മിയയ്ക്കും മക്കൾക്കും സഹോദരിക്കും അഭയം നൽകി. തങ്ങൾക്ക് സുരക്ഷയും പാർപ്പിടവും നൽകണമെന്ന് ഇന്ദിരാഗാന്ധി അറിയിച്ചു. ഞങ്ങൾ ഇവിടെ തിരികെ വരാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയാൽ ഡൽഹിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് തിരികെ പോകാമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം കുടുംബത്തിലെ എത്ര അംഗങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് ഹസീന 2022 ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയാഭയം നൽകി. ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടൻ ഇന്ദിരാഗാന്ധി ഹസീനയെ കാണുകയും സുരക്ഷ ഉറപ്പുവരുത്തുകയും അവർക്ക് താമസിക്കാൻ വീട് നൽകുകയും ചെയ്തു. തൻ്റെ കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇന്ദിരാഗാന്ധിയെ കണ്ടപ്പോഴാണ് ഹസീന അറിയുന്നത് പോലും. ബംഗ്ലാദേശ് നേതാവും കുടുംബവും ആദ്യം താമസിച്ചത് 56 റിംഗ് റോഡിലെ ലജ്പത് നഗർ 3 എന്ന സ്ഥലത്താണ്. തുടർന്ന് അവർ ഡൽഹിയിലെ ലുട്ടിയൻസ് പണ്ടാര റോഡിലുള്ള വീട്ടിലേക്ക് മാറി. ധാക്കയിൽ തിരിച്ചെത്തിയ ഹസീന സൈനിക ഭരണകൂടങ്ങൾക്കെതിരെ പോരാടി. 1996 ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി ആദ്യമായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2009 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന 2024 വരെ 15 വർഷക്കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു. വിരോധാഭാസമെന്ന് പറയട്ടെ, ഒരു പട്ടാള അട്ടിമറിക്ക് ശേഷം അവർ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഹസീനയ്ക്ക് രാജിവെക്കാൻ ബംഗ്ലാദേശ് സൈന്യം 45 മിനിറ്റ് സമയം അനുവദിച്ചു. സർക്കാർ വിരുദ്ധ പ്രതിഷേധം അക്രമാസക്തമായതോടെ അവർ രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഹസീന വീണ്ടും സഹായത്തിനായി ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെക്കാനുള്ള തീരുമാനമെടുത്തതായും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് വരാൻ അനുമതി അഭ്യർത്ഥിച്ചതായും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചൊവ്വാഴ്ച രാജ്യസഭയിൽ പറഞ്ഞു. ഹസീനയെ വഹിച്ചുള്ള വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതോടെ ഇന്ത്യൻ സായുധ സേന അവർക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കി.
തിങ്കളാഴ്ച ബംഗ്ലാദേശ് നേതാവും സഹോദരിയും ന്യൂഡൽഹിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ഗാസിയാബാദിലെ ഹിൽഡൺ എയർബേസിൽ വന്നിറങ്ങി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അവരെ സ്വീകരിച്ചു. തുടർന്ന് സുരക്ഷിത ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഹസീന UK-യിൽ അഭയം തേടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും തൽക്കാലം UK ഷെയ്ഖ് ഹസീനയുടെ വരവ് തടഞ്ഞിട്ടുണ്ട്. UK അവരെ ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാത്തതിനാൽ അടുത്ത നീക്കം വ്യക്തമല്ല. തൽക്കാലം അവർ ഇന്ത്യയിൽ സുരക്ഷിതയാണെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനാകൂ.